ബയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ ഏറെ ചൂടോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഫെമിനിസം. സ്ത്രീ ശാക്തീകരണവും വ്യക്തിത്വ വികസനവും സ്വാതന്ത്ര്യവും ഒക്കെ വിഷയമാക്കുന്ന ഫെമിനിസം ജെൻഡർ ഐഡിയോളജിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇന്നത്തെ എപ്പിസോഡിലുടനീളം നാം കാണുന്നത്. അല്ലേ സർ? തീർച്ചയായിട്ടും ആതിര, നമുക്ക് ഫെമിനിസവും ജെൻഡർ ഐഡിയോളജിയും എങ്ങനെ ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെ ഇന്നത്തെ നമ്മൾ കാണുന്ന ജെൻഡർ ഐഡിയോളജിയിലേക്ക് ഫെമിനിസം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഫെമിനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടിങ് മുതൽ അല്പം അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഫെമിനിസം നമുക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോഴേ ഈ ഫെമിനിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ഈക്വൽ റൈറ്റ്സും കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആശയം അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫെമിനിസത്തിന് പല വേവുകൾ ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഇപ്പം 4ാമത്തെ വേവിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വേവ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഒറിജിൻ ശരിക്കും ഒരു സിസ്റ്റത്തെയും തകിടം മറിക്കാനുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മൂവ്മെൻ്റായിട്ടല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ആ കാലത്ത് സ്ത്രീകൾക്ക് ആവശ്യമുള്ള റൈറ്റ്സ്, അവർക്ക് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, വോട്ടിംഗ് റൈറ്റ്സ്, അതുപോലെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുടെ പൊസഷൻ റൈറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ സമൂഹത്തിൽ അവർക്ക് കിട്ടാതിരുന്ന പല അവകാശങ്ങളെയും ഈക്വലായിട്ട് അവർക്ക് വേണമെന്ന് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മമാരുടെ ഒരു ഗ്രൂപ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ക്രിസ്ത്യൻ മദേഴ്സ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ വളരെ ആത്മീയതയിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും അബോർഷൻ എതിരായിരുന്നു. അവരൊരിക്കലും അബോർഷനെ എൻകറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. അതാ ഞാൻ പറഞ്ഞത്, മജോറിറ്റി ക്രിസ്ത്യൻ അമ്മമാരായിരുന്നു. അപ്പോൾ അവർ പല ഓർഗനൈസേഷനുമായിട്ടൊക്കെ അവർ അസോസിയേറ്റഡായി അവരുടെ റൈറ്റ്സ് അവർക്ക് കിട്ടിക്കഴിഞ്ഞ് അവരാ ഫെമിനിസം ആക്ടിവിറ്റി എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഫെമിനിസത്തിൻ്റെ ഫസ്റ്റ് വേവിൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു. അപ്പോൾ 1930 മുതൽ 1960 വരെ ഒരു വലിയ ഗ്യാപ്പ്, ഒരു 30 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം നമുക്ക് സെക്കൻഡ് വേവ് ഉണ്ടാകുന്നത് 1960-ലാണ്. അപ്പോഴേക്കും എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ആദ്യം ഉണ്ടായിരുന്നവരാരും ആക്റ്റീവ് അല്ലായിരുന്നു. അവരുടെ റൈറ്റ്സ് എല്ലാം അവർക്ക് കിട്ടി, പിന്നെ അവർക്ക് അതിനെക്കുറിച്ച് വേറെ കൺസേൺ ഒന്നുമില്ല. വോട്ടിംഗ് റൈറ്റ്സ് കിട്ടി, എഡ്യൂക്കേഷൻ റൈറ്റ്, ഈക്വൽ ജോബ് ഓപ്പർച്യൂണിറ്റി റൈറ്റ്സ്, അങ്ങനെയുള്ള കുറേ റൈറ്റ്സൊക്കെ ഇവർ നേടിയെടുത്തു. ബേസിക് ഇക്വാലിറ്റി ആയിരുന്നു അവർ. അതിൻ്റെ അർത്ഥം തന്നെ അതാണ്, ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എവരി വൺ. ഇപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അന്ന് സ്ത്രീകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. അത് നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിലൊക്കെ അതിനു മുമ്പ് ഈ അടിമക്കച്ചവടവും അതുപോലെ തന്നെ മാൻ ഡോമിനേറ്റഡ് സൊസൈറ്റിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം പശ്ചാത്തലം. അപ്പോൾ ഇത് ഒരു വലിയ ഒരു കോസിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് വേവ് നിലകൊണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് വേവിലേക്ക് വരുമ്പോഴേ ഒരു 30 ഇയേഴ്സ് ഇവരിത് നിർത്തിക്കഴിഞ്ഞ് ഒരു 30 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 1960-കളിലാണ് സെക്കൻഡ് വേവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും നമ്മളുടെ ഇതുവരെയുള്ള കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾക്കറിയാം, 60 എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ടൈമാണ് ചരിത്രത്തിലെ. സെക്ഷൽ റെവല്യൂഷൻ എന്തൊക്കെയാണ് ക്ലൈമാക്സിൽ പോയത്? പോണോഗ്രഫി ക്ലൈമാക്സിൽ പോയി, സെക്ഷൽ റെവല്യൂഷൻ അതിൻ്റെ ക്ലൈമാക്സിൽ, കോൺട്രാസെപ്ഷൻ
അതിൻ്റെ ക്ലൈമാക്സിൽ. അതുപോലെ തന്നെ ഇല്ലാത്ത എല്ലാ തുടക്കങ്ങളും അവിടെ അതിൻ്റെ ക്ലൈമാക്സിൽ ജെൻഡർ ഐഡിയോളജി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഈവൻ ഹോമോസെക്ഷുവാലിറ്റിയെ ഹോമോസെക്ഷുവാലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കൂടെ ഒരു മിക്സപ്പ് ആയിട്ടിരുന്ന സമയമാണ് 1960കളിലെ സെക്കൻഡ് വേവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പ്രത്യുൽപാദന സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഗർഭനിരോധത്തിനും അബോർഷനുമൊക്കെ ഒരു പരിധിയുമില്ലാതെ സ്വാതന്ത്ര്യം വേണം. ഇതൊക്കെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗോള്. ഈവൻ മാർഗരറ്റ് സാങ്കറിനെ കൂടെ ചേർത്ത് നിർത്താം. 1950കളിലൊക്കെ മാർഗരറ്റ് സാങ്കർ വളരെ ശക്തമായിട്ട് കോൺട്രാസെപ്റ്റീവ്സ് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്തു, അബോർഷൻ ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ ഈ ഇന്ന് കാണുന്ന പ്ലാൻ പേരൻറ്റ്ഹുഡ് 1942 ആ ക്ലിനിക്കായിട്ട്, അതായത് സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രിവെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇവർ ഈ സെക്കൻഡ് വേവിലെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഗോളെന്ന് പറയുന്നത് പ്രത്യുൽപാദന സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അബോർഷൻ, കോൺട്രാസെപ്ഷൻ. അപ്പോൾ ഇതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടായിരുന്നു സെക്കൻഡ് വേവ്. അപ്പോൾ ഈ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും തമ്മിൽ 30 വർഷത്തെ ഗ്യാപ്പ്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ക്ലൈമാക്സിൽ ഇതെല്ലാമാണ്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് വേവ് ഫെമിനിസ്റ്റുകളെ അബോർഷനെ എതിർത്തപ്പോൾ ഇവർക്ക് അൺലിമിറ്റഡ് അബോർഷൻ, അതായത് അബോർഷൻ്റെ ഫുൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു. അതുപോലെ തന്നെ അബോർഷൻ ലീഗലൈസ് ചെയ്യാൻ 1970കളിലാണ് അബോർഷൻ അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ലീഗലൈസ് ചെയ്തത്. അതുപോലെ ലീഗലൈസ്ഡ് അല്ല. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് തലത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് നിയമങ്ങളിലുമെല്ലാം ഇവർ വളരെയേറെ സ്വാധീനം ചെലുത്തിയിരുന്നത് കോൺട്രാസെപ്റ്റീവ്സും അബോർഷനും അവരുടെ റിപ്രൊഡക്റ്റീവ് ഫ്രീഡം എന്നതിനെ വിളിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും തമ്മിൽ ഒരു വലിയ ഐഡിയോളജിക്കൽ ഡിഫറൻസ് നമ്മൾ കാണുന്നു, അല്ലേ? ഒരു ഓപ്പോസിറ്റ് ഐഡിയോളജി എന്ന് തന്നെ. ഓപ്പോസിറ്റ് ഐഡിയ. അതായത് ഫസ്റ്റ് വേവിൽ അവർ ഗർഭചിത്രം, അബോർഷൻ, അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രയോറിറ്റി. പിന്നെ ഈക്വൽ റൈറ്റ്സ് അവർക്കത് കിട്ടി. അപ്പോൾ അതിനകത്തിൽ പെടുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അല്ല, ഫസ്റ്റ് വേവിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി ശരിക്കും നല്ലതായിരുന്നു. അപ്പോൾ ഫെമിനിസം അതിൻ്റെ തുടക്കത്തിൽ അത് ഏത് ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയോ അത് അതിൽ തന്നെ നല്ലതായിരുന്നത്. അപ്പോൾ നമുക്ക് ഫെമിനിസം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ അതിനെക്കുറിച്ച് അലർജി ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം അത് നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങി അവർക്കത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞ് പിന്നെ അവരെല്ലാം അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഇന്ന് നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പിന്നെ ചിന്തിക്കുന്നത്? ഇതൊരു എല്ലാത്തിനെയും തകിടം മറിക്കാൻ, ഈക്വാലിറ്റിക്ക് വേണ്ടി, ഇല്ലേ? അങ്ങനെ ഒരു എന്താ ഇന്ന് ഫെമിനിസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? അല്ല സർ, ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഫെമിനിസം ഭയങ്കര വേറൊരു ഡയറക്ഷനിൽ നമ്മൾ ഫോർത്ത് വേവിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാ, പക്ഷെ ചില കേസുകളിൽ ഇപ്പം അതുകൊണ്ട് സാർ ഇപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളതിനെ അടച്ചാക്ഷേപിച്ച് അത് തിന്മയാണെന്നല്ല പറയുന്നത്. പക്ഷെ ചില കേസസിൽ ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വളരെ നല്ല റിസൾട്ട്സ് വന്ന സാഹചര്യം നമുക്കിപ്പോഴും അറിയാം. പക്ഷെ നമ്മൾ ആ റൈറ്റ് ഡയറക്ഷനിൽ പോകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇവർ ഈ സെക്കൻഡ് വേവുകാർ അവരുടെ ഇടയിൽ തന്നെ പിന്നെ സ്പ്ലിറ്റായി. അബോർഷനെ ചൊല്ലി അവരുടെ ഇടയിൽ തന്നെ സ്പ്ലിറ്റ് ആയിട്ട് അവർ ന്യൂ ഓർഗനൈസേഷൻ ഫോർ വുമൺ എന്നുള്ള രീതിയിൽ അത് പുരുഷന്മാരുടെ മേധാവിത്വമുള്ള വേറൊരു ഓർഗനൈസേഷൻ നാറൽ, NARAL, ഞാനവിടെ സ്ലൈഡിൽ അത് ഇടുകയാണ് നിങ്ങൾക്ക് കാണാനായിട്ട്. അബോർഷനെക്കുറിച്ച് ഇങ്ങനെ ഇവരുടെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായം വന്നു, സ്പ്ലിറ്റായി. വേറെ ഓർഗനൈസേഷനുമായിട്ട് ഇത് ടൈപ്പ് ആകാൻ തുടങ്ങി. അങ്ങനെ അവർ അബോർഷൻ ഫെമിനിസ്റ്റുകളുടെ ഒരു സെൻട്രൽ പോയിൻ്റാണ്. കുറച്ച് പേര് പറഞ്ഞു നമുക്കത് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഇത് വന്നു.
അപ്പോൾ ഇതിന് അനുകൂലമായ ഒരു പ്രസ്ഥാനം പിന്നെ അപ്പോൾ ഇതിനകത്ത് പിന്നെ സ്പ്ലിറ്റുകളൊക്കെ ഉണ്ടാകുകയാണ്, പുതിയ പുതിയ ഓർഗനൈസേഷൻസൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അനുകൂലമല്ലാത്ത ഒരു ഗ്രൂപ്പ്, ഈ ഒരു കൺഫ്യൂഷനും ഈ സെക്കൻഡ് വേവിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ 1980 ആയപ്പോഴേ ഇത് ലൈംഗിക ഒരു യുദ്ധമായിട്ടൊരു സെക്ഷുവൽ റെവല്യൂഷൻ്റെ ഒരു സെക്ഷുവൽ ഫൈറ്റായിട്ട് ഇത് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പോണോഗ്രഫി, അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ആശയങ്ങളും ഇതിലേക്ക് പിന്നെ കടന്നു വന്നു. ഈ ഒരു കോൺഫ്ലിക്റ്റ് 1960 മുതൽ 1980 വരെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഈ രണ്ട് കൂട്ടരും തമ്മിൽ രണ്ട് ഗ്രൂപ്പായിട്ട് ആളുകൾ മാറി. അപ്പോൾ ചിലർ പോണോഗ്രഫിയെയും പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷനെ, അബോർഷനെ എൻകറേജ് ചെയ്തു, മറ്റുള്ളവർ ഇതിനെ എതിർത്തു. അങ്ങനെ ഒരു 20 വർഷം ഇവരിങ്ങനെ പോയി. പിന്നീടാണ് നമുക്ക് മൂന്നാം തരംഗം. അപ്പോൾ അതിനകത്ത് വേറെ പല ഓർഗനൈസേഷനുമായിട്ട് ഇതിൻ്റെ അനുകൂലമുള്ളവരും എതിർക്കുന്നവരും തമ്മിൽ കുറേ ടൈപ്പും കാര്യങ്ങളും ഒക്കെ നടന്നു. മൂന്നാം വേവ് വരുമ്പോഴേ അവർ പ്രധാനമായിട്ട് പിന്നെ കൊണ്ടുവന്നത് ഈ ഇൻ്റർസെക്ഷൽ സെക്സിൻ്റെ അംഗീകാരം, അതുപോലെ പിന്നെ നമ്മുടെ ജെൻഡർ ഐഡിയോളജി അപ്പം വളരെ ശക്തി പ്രാപിച്ചല്ലോ. ജെൻഡർ ഐഡിയോളജി ആ സമയത്തേക്ക് 70s 80s ഒക്കെ ജെൻഡർ ഐഡിയോളജി, ഹോമോസെക്ഷുവാലിറ്റി ഇതൊക്കെ വളരെ ശക്തമായിട്ട് പിന്നെ വന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ റേസ്, ക്ലാസ്, സെക്ഷുവാലിറ്റി, ഡിസബിലിറ്റി ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് വീണ്ടും കൊണ്ടുവന്നു തേർഡ് വേവിൽ. അത് മറ്റ് വിഭാഗങ്ങളുമായിട്ട് എങ്ങനെ അത് നമുക്ക് കണക്ട് ചെയ്യാം, പ്രത്യേകിച്ച് ജെൻഡർ. ഈ തേർഡ് വേവിലൊക്കെ വരുമ്പോഴാണ് ജെൻഡർ, ട്രാൻസ്ജെൻഡറിസം ഇതൊക്കെ അന്ന് കൂടുതൽ ശക്തമായിട്ട് വന്ന സമയം. അപ്പോൾ ഇതുമായിട്ടെല്ലാം ഇതങ്ങ് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിക്കോണം, രണ്ടാം വേവിൽ ഈ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി നിന്നു. ഒരു 20 വർഷത്തോളം ഈ ടെൻഷൻ നടന്നു. അത് കഴിഞ്ഞൊരു 80s വന്നപ്പോഴത്തേക്കിനും മൂന്നാം വേവിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് മൂന്നാം വേവിൽ ഈ ഫീമെയിൽ ഐഡൻറ്റിറ്റിയുടെ ഒരു റീക്ലെയിമിങ് ആണ് ഈ മൂന്നാം തരംഗത്തിൽ നടക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. അതവിടെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ജെൻഡർ എക്സ്പ്രഷൻ, സെക്ഷൽ ഐഡൻറ്റിറ്റി ഇങ്ങനെ തുടങ്ങിയ പല ടോപ്പിക്കുകളും ഈ മൂന്നാം തരംഗത്തിലാണ് ശക്തമായിട്ട് വന്നത്. ഒരുപക്ഷെ മൂന്നാം തരംഗത്തിലാണോ ഫെമിനിസവും ജെൻഡർ ഐഡിയോളജിയും? ജെൻഡർ ഐഡിയോളജി നേരത്തെ തന്നെ വന്നു. അല്ല, ഇത് രണ്ടും കണക്റ്റഡ് ആയത് മൂന്നാം വേവിലാണ് ഇവർ ശക്തമായിട്ട് 80s ജെൻഡർ എക്സ്പ്രഷന്, ജെൻഡർ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് ആണാകാം, പെണ്ണാകാം, അപ്പോൾ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി വീണ്ടെടുക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു റീക്ലെയിമിങ് ദ ഐഡൻറ്റിറ്റി ഓഫ് ഫീമെയിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ റേസ്, കളറ്, ഡിസ്ക്രിമിനേഷൻ, അപ്പോൾ ഇങ്ങനെ ഈ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിലും റേസ്, കളറ് ഒന്നും വെച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ നിയമങ്ങളും കുറേ കാര്യങ്ങളും അവർ കൊണ്ടുവരാനായിട്ട് അവർ പരിശ്രമിച്ചു. അതിൽ നന്മയുണ്ട്, അതിൽ കുറച്ചെങ്കിലും ഉള്ള പല പോയിൻറ്റ്സും ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോവുകയാണെങ്കിൽ അപ്പം നേരത്തെ മുതൽ അവർ ഈക്വൽ റൈറ്റ്സിന് വേണ്ടി വാദിച്ചിരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് പുറത്തൊക്കെ സെക്സ്, റേസ്, കളർ ഉപയോഗിച്ച് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഇവരുടെ ഒരു ഫോഴ്സ്, ഒരു പ്രഷറിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പല രാജ്യങ്ങളിലും ആയത്. പക്ഷേ അതിൽ നന്മയുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഈ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി റീക്ലെയിം ചെയ്യുന്നത് അവൾക്ക് ഫുൾ പ്രത്യുൽപാദന സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് സെക്ഷൽ ഫ്രീഡം, അതുപോലെ തന്നെ അവളെ പിന്നെ അബോർഷൻ്റേത്, കോൺട്രാസെപ്ഷൻ്റേത്, ജെൻഡർ എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ഒരാൾക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ വളരെ ശക്തമായിട്ട് ഈ തേർഡ് വേവിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മൂന്നാം തരംഗത്തിലാണ് ആതിര പറഞ്ഞ സ്ത്രീ ശാക്തീകരണം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം വന്നത്. ഫെമിനിനിസത്തിൽ സ്ത്രീ ശാക്തീകരണം, അതായത് നമ്മൾ ആരെക്കാട്ടിലും പുറകെയല്ല, നമ്മൾ പുരുഷനെക്കാട്ടിലും യെസ്
ആ ഒരു തരംഗം ശക്തമായത് ഈ തേർഡ് വേവ്. അല്ല, ഞാൻ ആ വാക്ക് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഫെമിനിസ്റ്റെ പറ്റി എവിടെ ആര് സംസാരിക്കുമ്പോഴും സ്ത്രീ ശാക്തീകരണം എന്ന വാക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. അതെ, തീർച്ചയായും. പുറമെ ഇപ്പം സ്കൂളുകളിലൊക്കെ ആണെങ്കിലും അങ്ങനെയായിട്ട് ഒരു സെഷൻ തന്നെ കൊടുക്കുന്നതാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണം. അപ്പം അവർ സ്ത്രീയുടെ ശരീരത്തിന് ഒരു പോസിറ്റീവ് ഇമേജ്, അപ്പോൾ അതാണ് പറയുന്നത്. സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമുക്ക് ജെൻഡർ ഐഡൻറ്റിറ്റിയിലാണേലും സ്ത്രീ പുരുഷനാകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെ ഒരു പുരുഷൻ സ്ത്രീ ആകാൻ ആഗ്രഹിച്ചാൽ ദർ ഇസ് നത്തിങ് റോങ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ അവർ വന്നതിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം അതാണ്. ഇത് പറയുമ്പോഴേ നമ്മൾ പറയണം സ്ത്രീ ശക്തി ആയിരിക്കണം അല്ലേ? അതെ, ബീങ് എ വിമൻ. ഞാനത് പറഞ്ഞില്ലെങ്കിൽ സ്ത്രീ ശക്തി ആയിരിക്കേണ്ടത്, പക്ഷെ അതിൻ്റെ റൂട്ട് കോസ് ഉൾക്കൊണ്ട് ആ കറക്റ്റ് ദിശയിലായിരിക്കണം എന്നുള്ളത്. അതെ, സ്ത്രീ ശക്തിയാണ്, പവറുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ 80s ഇത് നല്ല മൂവി ചെയ്ത്. അപ്പോൾ 80s 90s ശരിക്കും ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഈ മൂന്നാം തരംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സെക്ഷൽ ഫ്രീഡം, ഒരു സ്ത്രീ ഇപ്പോൾ അവളെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനാണ് തിരഞ്ഞെടുക്കുന്നത്, ഇല്ലേ അവളുടെ ശരീരത്തിൽ അവൾക്ക് ആർക്ക് വേണമെങ്കിലും ശരീരം ഷെയർ ചെയ്യാൻ പറ്റണം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം, സ്ത്രീയുടെ ശരീരം സ്ത്രീയുടേതാണ്, അവളാണത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റൊക്കെ ഈ മൂന്നാം തരംഗത്തിലാണ് വന്നത്. അതിലായിരിക്കും അല്ലേ, ഐ മീൻ സ്ത്രീ അമ്മയാകുമ്പോൾ അവളുടെ ഫ്രീഡം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അവൾക്ക് കരിയർ ഗ്രോത്ത് തന്നെ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന മിസ്കൺസെപ്ഷൻസ് ഒക്കെ. പക്ഷേ ഇത് കുറേ കൂടെ ഹൈ ആയിട്ട് നമ്മൾ വന്നിട്ട് സ്ത്രീ എന്ത് ആഗ്രഹിക്കുന്നു അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്, പ്രത്യേകിച്ച് സെക്ഷൽ മേഖലയിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ സെക്ഷൽ ഇമ്മൊറാലിറ്റിയും നമ്മളിപ്പോൾ കാണുന്ന പ്രീമാരിറ്റൽ സെക്സ് എന്നൊക്കെ പറയുന്നത് നോർമലായി മാറുന്നതും. പിള്ളേർ പറയുന്നില്ലേ എൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ ചോയ്സ്, മൈ ഫ്രീഡം, ഞാൻ ആരുമായിട്ട് എന്ത് പങ്കുവെക്കണം, എൻ്റെ ചോയ്സാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു തേർഡ് വേവിൻ്റെ ധ്വനിയിൽ നിന്ന് നമ്മുടെ ജനറേഷന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് തിക്തമായിട്ടുള്ള ഫലങ്ങളും നമ്മുടെ സമൂഹം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്, എനിക്ക് എൻ്റെ ശരീരം ഞാൻ ഏത് രീതിയിൽ ഉപയോഗിക്കണം, അത് ജെൻഡർ ആകട്ടെ, ഏത് രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യണം, ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം, അതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ ശാക്തീകരണം, ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വെല്ലുവിളിയായിട്ട് അന്ന് വരെ ഉണ്ടായിരുന്ന നല്ല സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനമായിട്ട്, ഒരു റിബല്യസ് ആറ്റിറ്റ്യൂഡുള്ള ഒരു സംവിധാനമായിട്ട് മാറാൻ തേർഡ് തരംഗം, അതായത് മൂന്നാം തരംഗം വളരെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോഴേ ഈ മൂന്നാം തരംഗം നമ്മൾ പറഞ്ഞു 80 മുതൽ ഇങ്ങോട്ട് അത് വന്ന് നമുക്ക് 2000 ആയപ്പോഴത്തേക്കും പതുക്കെ ഇത് ഓൺലൈനിലേക്ക് കയറാൻ തുടങ്ങി, സോഷ്യൽ മീഡിയയിലേക്ക് ശക്തമായിട്ട് കയറാൻ തുടങ്ങി. അപ്പം നമ്മുടെ ആശയങ്ങൾ നോക്കിക്കൊണ്ട് എവിടെയൊക്കെയാണ് സ്ത്രീയുടെ സെക്ഷൽ ഫ്രീഡം, സ്ത്രീക്ക് എന്ത് വേണമെങ്കിലും സ്വന്തം ശരീരത്തിൽ ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യം, കോൺട്രാസെപ്റ്റീവ്സ് എന്നല്ല, അബോർഷൻ എന്നല്ല, ആരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അവർ പറയുന്നത് മ്യൂച്വൽ കൺസെൻറ്റിൽ ആരുമായിട്ട് വേണേലും ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യം. അത് ഇന്ന് നമ്മൾ കാണുന്ന ആ നിയമങ്ങളൊക്കെ ഈ തേർഡ് വേവിൻ്റെ ഭാഗമായിട്ട് ആ 90s 2000 പെതുക്കെ ഇത് പുതിയ ഒരു മേഖലയിലേക്ക് കടക്കാൻ തുടങ്ങി. അപ്പോൾ 2000 ആയപ്പോഴത്തേക്കും ഇത് പെതുക്കെ ഇതിൻ്റെ സ്റ്റൈലും രീതികളും ഒക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഓൺലൈനിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ ഈ ജെൻഡർ ഐഡിയോളജി ശരിക്കും പ്രായോഗികമായിട്ട് ഈ ഓൺലൈനിലൂടെയാണ് ക്യൂർ തിയറി ഇവർ അപ്രൂവ് ചെയ്തു. ക്യൂർ തിയറി, അത് ഒരു പെണ്ണിനെ അവൾക്ക് തോന്നുവാണ് അവളുടെ ശരീരത്തിൽ അവൾ ആ പെണ്ണല്ല, അവൾക്ക് എന്ത് ഐഡൻറ്റിറ്റി വേണേലും സ്വീകരിക്കുക. അപ്പോൾ ജെൻഡർ ഐഡിയോളജിയുടെ ഒരു വലിയ ഒരു കോപ്പിയിങ് ഇവിടെ ഈ തേർഡ് വേവിൽ നടന്നു. അതോടൊപ്പം തന്നെ ഇത് ഓൺലൈനിലേക്ക് ശക്തമായിട്ട്, പ്രത്യേകിച്ച് LGBTQ ഒക്കെ ഇതിനെ അവരുമായിട്ട് ഒത്തിരി അസോസിയേറ്റഡ് ആയി ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പല റൈറ്റുകളും കാര്യങ്ങളും ഓൺലൈനിലേക്ക് കയറി. അപ്പോൾ ഇതൊക്കെ നാലാം തരംഗത്തിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങി. ചോദ്യം, യൂത്തിനെ സംബന്ധിച്ചിടത്തോളം
ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് ഈ തേർഡ് വേവ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ശരിയായിട്ടൊരു കാര്യമുണ്ട്, തെറ്റായിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് ശരിക്കും വിവേചിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് വേണം എന്നുള്ളത് എനിക്കിപ്പോൾ തോന്നിയത്. ഇപ്പം നിങ്ങൾക്ക് റെഡിമെയ്ഡ് കാര്യങ്ങളാണ്. നിങ്ങൾ 80 ഒക്കെ കഴിഞ്ഞിട്ട് ജനിച്ചിട്ടുള്ളവർ റെഡിമെയ്ഡായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അവർ തന്നു 4th വേവിലേക്ക് പോകുന്നതിന് മുമ്പ്. അതെ. അപ്പോൾ ഈ ജെൻഡർ ഐഡിയോളജിയൊക്കെ അതേപടി അക്സെപ്റ്റ് ചെയ്താണ് 4th വേവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇത് മാറിയപ്പോൾ ഇതിൻ്റെ രീതികളൊക്കെ എൻ്റയർലി അങ്ങ് മാറി. പിന്നെ നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണം കൂടുതൽ ഓൺലൈൻ മീഡിയകളിലൂടെ ആയി. അപ്പോൾ ഈ ഫെമിനിസത്തിൻ്റെ 4ാം തരംഗത്തിലാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 2012 ഈ ഫെമിനിസത്തിൻ്റെ 4ാം തരംഗം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2000 മുതൽ ഈ 10-12 വർഷം ഈ ഓൺലൈനിൽ ഇങ്ങനെ കാണുന്ന കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ ഇങ്ങനെ ശക്തിയായി അവസാനം ഇതിൻ്റെ ക്ലൈമാക്സിലാണ് 2012 4ാം തരംഗമായിട്ട് ഇത് മാറി. നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ഈ 4ാം തരംഗത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്നെന്താ ഉള്ളത്? മീ ടു അല്ലേ? മീ ടു എന്താ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്താ മീ ടു അറിയാം? എനിക്ക് സംഭവിച്ചത് ഞാനും തുറന്നു പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഓൺലൈൻ മീഡിയ ആയാലും. അപ്പോൾ 2012 ഒക്കെ ആയപ്പോഴത്തേന് വലിയൊരു എക്സ്പോഷർ ഈ 4ാം തരംഗത്തിൽ. മീ ടു, അതുപോലെ തന്നെ #ബിലീവ് ഓൾ വുമൻ, ഇതൊക്കെ തുടങ്ങിയത് ഈ ഒരു 4ാം വേവിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ ഒരുപാട് നമുക്ക് പുതിയ ആശയങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ 3ാം തരംഗത്തിൽ ഇവരെടുത്ത പല കാര്യങ്ങളും ഇവിടെ വന്നപ്പോഴത്തേക്കിന് അത് വളരെ ശക്തമായിട്ട് അതിന് സപ്പോർട്ട്, കാരണം ഓൺലൈനാണ് കൂടുതലും, അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിലേക്ക് കൂടുതൽ ആളുകൾ വളരെ പോപ്പുലറായിട്ട് ജോയിൻ ചെയ്യാനും തുടങ്ങി. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അത് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് നമുക്ക് നോക്കിക്കോ. 2012 4th വേവ് തുടങ്ങിയത്. ഇപ്പം നമുക്ക് 12 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ അത് നമ്മൾ വിചാരിച്ചതിലും വളരെ ഫാസ്റ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് ഗ്രോ ചെയ്തെന്നുള്ളതാണ്. സർ, ഇതിനൊരു ഒരു പ്രശ്നം വന്നതേ എനിക്ക് തോന്നുന്നു, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഒരു മിയർ സെക്ഷുവൽ ഫ്രീഡം മാത്രമായി ഇവർ മാറ്റിയോ എന്നുള്ളതാണ്. അതാണല്ലോ നമുക്ക് ഇപ്പം ഈ 3rd വേവിൽ കണ്ടത്. 3rd വേവിൽ കണ്ട് അവർ പറയുന്നത് സ്ത്രീ ഉപയോഗിക്കപ്പെടരുത്, അവളുടെ സമ്മതമില്ലാതെ സ്ത്രീ ഉപയോഗിക്കപ്പെടരുത്. പക്ഷേ പറയുന്നു മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, അപ്പം നമ്മളൊരു തെറ്റായ ആശയത്തിൻ്റെ പിന്നാലെയാണ് ഈ 3rd വേവ് പോയത്. അതുപോലെ തന്നെ നമ്മുടെ ക്യൂർ തിയറി, അതുപോലെ തന്നെ ജെൻഡർ എക്സ്പ്രഷൻ, അതുപോലെ 4th വേവ്, ഇവരെല്ലാം ഇത് മുഴുവനും അങ്ങോട്ട് വളരെ പവർഫുൾ ആയിട്ട് ഈ മീ ടു ഒക്കെ വന്നതിന് ശേഷം അത് വളരെ ഓപ്പണായിട്ട് ആളുകൾ പലതും എഴുതാം. അതിൽ പല കാര്യങ്ങളും ശരിയായിരിക്കാം, നമുക്കറിയത്തില്ല അതിൻ്റെ ശരിയോ തെറ്റോ അല്ല. ഇപ്പോൾ കൂടുതൽ ആളുകൾ, കാരണം ഓൺലൈൻ ആയതുകൊണ്ട് ഒരു ഹിഡൻ അജണ്ടയായിരിക്കാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കൂടുതൽ ആളുകൾ അതിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈ മീ ടു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പലതരത്തിലുള്ള ചലനങ്ങളുണ്ടാക്കിയത്. സാർ, അപ്പോൾ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 4 തരംഗങ്ങളെയാണ് കണ്ടത്. ഫെമിനിസം ഇവോൾവ് ചെയ്ത് വന്ന 4 തരംഗങ്ങൾ. ഉറപ്പായും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ നമുക്കിത് കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കാരണം നമ്മൾ 4ാം തരംഗത്തിലെ ആ ഡിജിറ്റൽ ആക്ടിവിസം കുറേ കൂടെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് നല്ലതാണ്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഫെമിനിസത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്, അതുകൊണ്ട് റിയ തന്നെ പ്രാർത്ഥിക്കട്ടെ അല്ലേ? ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, അങ്ങേ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഫെമിനിസത്തെ പറ്റിയും സെക്ഷുവാലിറ്റിയെ പറ്റിയും ഒക്കെ പഠിക്കാൻ പറ്റിയതിനോർത്ത്, മനസ്സിലാക്കാൻ പറ്റിയതിനോർത്ത് ഈശോനാഥ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ, അങ്ങയുടെ മഹത്തരമായ സൃഷ്ടികളിൽ ഒന്നാണ് സ്ത്രീ. സ്ത്രീത്വത്തിന് ഭീഷണിയായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളെയും ഈശോനാഥ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ കന്യകകളിൽ ഏറ്റവും വിശുദ്ധയായിട്ടുള്ള, ഏറ്റവും മാതൃകയാക്കാൻ പറ്റിയൊരു സ്ത്രീ ആയിരുന്നല്ലോ. അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ പഠനത്തെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും
ഈ പഠനം കൃത്യമായി മനസ്സിലാകുവാനും ശരിയായ സ്ത്രീ ശാക്തീകരണത്തിലേക്ക് മനസ്സിലാക്കുവാനും കടന്നു വരുവാനുമുള്ള കൃപ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് അങ്ങേ തിരുക്കുമാരൻ വഴിയായി വാങ്ങിച്ചു തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നാം ഇന്ന് കണ്ടത് ഫെമിനിസം എന്തിനു വേണ്ടി ജന്മമെടുത്തു എന്നാണ്. 1-ാം തരംഗം, 2-ാം തരംഗം, 3-ാം തരംഗം, 4-ാം തരംഗം. എന്നാൽ 2ഉം 3ഉം തരംഗങ്ങളിൽ അതിൻ്റെ ആവശ്യകതയും എന്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് അത് തെറ്റായി മാറിപ്പോയോ എന്നൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ നിന്നത്. സർ നമുക്ക് പറഞ്ഞു തന്നത് അവരുടെ ദിശ തെറ്റി എന്നുള്ളത് തന്നെയാണ്. അടുത്ത എപ്പിസോഡിൽ നാം ഇതിൻ്റെ തുടർച്ചയിലായിരിക്കും. അതുവരെ ലോകം കണ്ട, സ്വർഗം കണ്ട ഏറ്റവും മഹത്തായ സ്ത്രീയോട്, പരിശുദ്ധ കന്യകാമറിയത്തോട് മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് info@tobforlife.org.